അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സോഷ്യൽ മീഡിയ നാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഊണും ഉറക്കവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ തടിച്ചു കൂടുന്ന കാലം. നമ്മുടെ കൃത്യതകളും നമ്മുടെ നിഷ്ഠതകളുമെല്ലാം നാം സോഷ്യൽ മീഡിയയിൽ അധിവസിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ ക്രിയാത്മകവും വൈശിഷ്ട്യവുമായ കാര്യങ്ങൾ നാം ചിന്തിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയും കൊണ്ടുമായിരിക്കണം നമ്മുടെ ജീവിതവും നൈതികതയെയും നാം ക്രമപ്പെടുത്തേണ്ടത്. നാം ഈ ജീവിക്കുന്ന ഒരു കൊച്ചു കേരളത്തിൽ നമ്മുടെ സൃഷ്ടികളും വൈഭവങ്ങളുമെല്ലാം ഇന്നത്തെ കാലത്തിനോട് എത്രത്തോളം സാമ്യതയുള്ളതാണ് എന്ന് നാം പരിത്യജിക്കേണ്ടതുണ്ട്. കൃത്യതയോടെ നാം പറയുമ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ ന്യൂസ് തന്നെയാണ് വാർത്താമാധ്യമങ്ങൾ. ഒട്ടും വിശ്വസനീയമല്ലാത്ത അവിശ്വസനീയമായ വാർത്തകൾ ഇന്നും നാളെയുമെല്ലാമായി പരന്ന് കൊല വിളിക്കുന്നു. എന്തെന്നറിയാത്ത പിഞ്ചുബാല്യങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള വാർത്തായാമങ്ങൾ എത്തിപ്പെടുന്നു. എന്തിനേറെ വിശപ്പിൻ്റെയും ഹന്നത്തിൻ്റെയും കഥ പറയുന്ന ഫലസ്തീനികളുടെ നാട്ടിലെ ക്രൂരഹൃത്യമായ വാർത്തകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പച്ച കള്ളവും പച്ച വികൃത വിഖ്യാതികളും എല്ലാം നിറഞ്ഞ് തുപ്പുന്ന ഒരു ജാതിഹീനമായ ഒരു മതഹീനമായ ഒരു പ്രഹസനമാണ് ഇത്തരത്തിലുള്ള ന്യൂസ് ചാനലുകളും ന്യൂസ് റിപ്പോർട്ടുകളുമെല്ലാം ഇന്നത്തെ കേരളത്തിൽ ഹതം പതിപ്പിക്കുന്നത്. കൃത്യമായി ഞാനൊരു കഥ പറയാം. സോഷ്യൽ മീഡിയ എന്തിനാണ് നാം ഉപയോഗിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം നമ്മുടെ വിദ്യാർത്ഥികൾ തരം താഴ്ത്തപ്പെടുന്നു അല്ലെങ്കിൽ അതിലേക്ക് വരവേൽക്കപ്പെടുന്നു എന്നത് വലിയേറെ സാമ്യതയുള്ള വിഷയമാണ്. നാം കൃത്യതയോടെ അതിനെ പരിത്യജിക്കേണ്ടതും ഉത്ബോധനപ്പെടുത്തേണ്ടതുമുണ്ട്. കൃത്യമായി പറയുന്നുണ്ട്. ഒരു കഥ പറയാം. ഒരു കാട്ടിൽ ഒരു കൊച്ചു കരടി ഉണ്ടായിരുന്നു. കരടിയാണെങ്കിൽ നല്ല വികൃതിയും നല്ല വിശപ്പും ദാഹവുമുള്ള, എന്തിനേറെ എപ്പോഴും വിശപ്പിൻ്റെ കഥ പറയുന്ന ഒരു കരടി. കരടിക്ക് ഒരു ദിവസം തേൻ കാണുകയുണ്ടായി. ഒരു മരത്തിലെ ഒരു ചില്ലയിൽ ഒരു തേനിൻ്റെ കൂമ്പാരമായിരുന്നു. ആ തേനിൻ്റെ കൂമ്പാരത്തിനുള്ളിൽ ഒരു മൂർച്ചയുള്ള വാൾ കൊത്തിവെച്ചിരുന്നു. ആ കൊത്തിവെച്ചിരുന്ന വാളുണ്ടല്ലോ, അതൊരു വേട്ടക്കാരൻ്റെ ഒരു ക്രിയാത്മക ബുദ്ധിയായിരുന്നു. വേടൻ്റെ വെടിയിലെ അത്തരത്തിലുള്ള ബുദ്ധികൾ എത്രത്തോളം സാമ്യതയുള്ളതാണ്. ആ വേടൻ എന്താണ് ചെയ്തത്? വേടൻ തൻ്റെ ആ വാൾ തേനിൻ്റെ ഉള്ളിൽ കുത്തിവെച്ചിരിക്കുന്നു. ഈ കരടിയാണെങ്കിൽ വിശപ്പിൻ്റെ ആ ഒരു കഥയിൽ, ആ വിശപ്പിൻ്റെ ആ ഒരു ഉരുൾപൊട്ടലിൽ ആ തേനിനെ ഉരസിയും നക്കി കുടിക്കുകയാണ്. ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കരടിയുടെ നാവ് മുറിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ രക്തങ്ങൾ ഇറ്റി വീഴുന്നുണ്ട്. രക്തവും തേനിൻ്റെ മധുരവും ചേർന്ന് സല്ലപിക്കുന്നു. എന്നിരുന്നാലും കരടിയുടെ നാവ് അതിലൊന്നും വേർപ്പെടുന്നില്ല. അതിങ്ങനെ അതിൻ്റെ സുഖമിങ്ങനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ഉറ്റി നിരസതയില്ലാത്ത അതിബുദ്ധിയോടെ വീണ്ടും ആശയറ്റുപോയിട്ട് അവൻ ആസ്വദിച്ച് വിഷപ്പടക്കുന്നതിനുപരി അവനതിനെ മദ്യലഹരിയെ പോലെ ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ലഹരി അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്രിയാത്മകതയിലൂടെയാണ് സോഷ്യൽ മീഡിയയും ഇന്നത്തെ കാലത്ത് അതം പതിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ തുടങ്ങി വാർദ്ധക്യവും കൗമാരത്തിനെയുമെല്ലാം ഇങ്ങനെ പിടിച്ചിരുത്തുകയും അനുഭവമില്ലാതെ സോഷ്യൽ മീഡിയയാണ് നിങ്ങളുടെ തുറവിസ്താരമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കലികാലത്ത് അല്ലെങ്കിൽ ഒരു നവഫാഷിസ കാലത്താണ് നാം ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത്. ഇന്നിൻ്റെയും നാളെയുടെയും മറ്റന്നാളിൻ്റെയും ഇന്നലെകളിൻ്റെയും ബോധങ്ങളില്ലാതെ ശുദ്ധ തരങ്ങളുടെ ബോധ്യതയോടെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ വാർത്താ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ വാർത്തകൾ കൈമാറുന്നതും സല്ലപിക്കുന്നതും. നാം എല്ലാവരും സോഷ്യൽ മീഡിയകൾ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നവരാണ്. എന്നിരുന്നാലും ഇന്നും നാളെയും മറ്റന്നാളും എന്നുമായി നമുക്ക് സോഷ്യൽ മീഡിയ എപ്പോഴും ഉപകാരപ്രദമാണ്. എന്നിരുന്നാലും നാം സോഷ്യൽ മീഡിയക്ക് ചില നിബന്ധനകൾ കൈമാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചില നിയമങ്ങൾ, അല്ലെങ്കിൽ നാം അതിനെ ഒരു വ്യത്യസ്ത രീതിയിൽ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള 10 കാരണങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തേത്, സോഷ്യൽ മീഡിയയുടെ വളർച്ചയും സ്വാധീനവും, ഫേക്ക് ന്യൂസിൻ്റെ അർത്ഥവും വ്യാപന രീതികളും, വ്യാജ വാർത്തകൾ ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണകൾ. 4, തിരഞ്ഞെടുപ്പുകളിലും
ജനാധിപത്യ പ്രക്രിയകളിലും ഫേക്ക് ന്യൂസിൻ്റെ സ്വാധീനം. 5. ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും സാമൂഹിക ധ്രുവീകരണത്തിനും കാരണമാകുന്ന വ്യാജ പ്രചാരണങ്ങൾ. 6. വിദ്വേഷ പ്രസംഗങ്ങളും സമൂഹത്തിലെ ഭിന്നതകളും വിവരങ്ങളുടെ കൃത്യതകളും പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത. 8. ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങളുടെ പ്രാധാന്യം. 9. ഉത്തരവാദിത്തമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം. 10. ഡിജിറ്റൽ സാക്ഷരതയും ജനാധിപത്യ സംരക്ഷണവും. ഇതെല്ലാം നാം കൃത്യമായി പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യം ഇത്തരത്തിലുള്ള കൃത്യതകളെ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. നാം അതിനെ കൃത്യതയോടെ ആവിഷ്കരിക്കേണ്ടതും ആശ്രയിക്കേണ്ടതുമുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചില വിഭാഗങ്ങളെ കുറിച്ച് പരിഹരിക്കാം, അല്ലെങ്കിൽ പരിശോധിക്കാം. കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് 13 മുതൽ 16 അല്ലെങ്കിൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏകദേശം 80 മുതൽ 85% വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം വിദ്യാർത്ഥികൾ ഏകദേശം 13 മുതൽ 16 അല്ലെങ്കിൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരിൽ ഏകദേശം 75 മുതൽ 80% വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും നാം അതിനെ ഗവേഷണം ചെയ്യുമ്പോൾ പൗരന്മാർ ഏകദേശം 18 മുതൽ 20 അല്ലെങ്കിൽ 64 വയസ്സ് വരെയുള്ള പൗരന്മാർ, അവർ 85 മുതൽ 90% വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയും നാം അതിനെ പരിശോധിക്കുമ്പോൾ വൃദ്ധർ അഥവാ 65 വയസ്സിന് മുകളിലുള്ള പ്രായക്കാർ, അവർ ഏകദേശം 40% വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നാം അറിയുന്നില്ല എന്നതാണ് സാധ്യത. അതിൻ്റെ കൃത്യമായ വീക്ഷണം ഇന്നത്തെ കേരളത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നാളെയുടെ നല്ല ലോകത്തെ, നാളെയുടെ നന്മയുള്ള, കൃത്യതയുള്ള, മാന്യതയുള്ള, മനോഹരമായ ലോകത്തെ നമുക്ക് കാണാനും ഉൾക്കൊള്ളാനും സാധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ, ഏറ്റവും നല്ല പ്രയാണ രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കട്ടെ ആശംസിക്കുന്നു.